ഗീതാമൃതം. എന്നിട്ട് ഇവിടെ ഭഗവാൻ പറയുന്നു, പക്ഷെ ആരാണോ എന്നെ ആരാധിക്കുന്നത് അവരുടെ എല്ലാ പ്രവൃത്തികളും എനിക്ക് വേണ്ടി ചെയ്യുന്നു, എന്നിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു, വേറെ ഒന്നിലും മനസ്സ് വ്യതിചലിക്കാതെ എൻ്റെ തന്നെ സേവനം ചെയ്തുകൊണ്ടിരിക്കുന്നു, എപ്പോഴും എന്നെ ധ്യാനിച്ചു കൊണ്ടിരിക്കുന്നു, അവരുടെ മനസ്സ് എപ്പോഴും നോക്കണേ, എത്ര ഉറപ്പിച്ച് കൃഷ്ണൻ പറയുകയാണ്, എന്നിൽ തന്നെ, എന്നിൽ തന്നെ. എന്തുകൊണ്ടാണ് ഭഗവാൻ ഇങ്ങനെ ഉറപ്പിച്ച് പറയുന്നത്? ഭഗവാൻ ആരും അവിടെ ഇല്ലാത്തതുകൊണ്ടാണോ? അല്ല, എങ്കിലേ നമുക്ക് രക്ഷയുള്ളൂ. അങ്ങനെ പറയുന്നു, പാർത്ഥ, അങ്ങനെ എന്നിൽ തന്നെ ഉറച്ചു നിൽക്കുന്നവരെ സംസാര സാഗരത്തിൽ നിന്നും ജനന മരണചക്രത്തിൽ നിന്നും ഞാൻ പെട്ടെന്ന് തന്നെ അവരെ രക്ഷപ്പെടുത്തും. ചിരാത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭവാമി ന ചിരാത്, അധികം താമസിക്കാതെ തന്നെ അവരെ ഞാൻ പെട്ടെന്ന് രക്ഷപ്പെടുത്തും എന്ന് പറഞ്ഞു. അതായത് ചില ഭക്തർ പ്രഭുപാജിയുടെ ചോദിക്കും, ഭഗവാന്റെ അടുത്ത് എത്താൻ എത്ര സമയം എടുക്കുമെന്ന്. പ്രഭുപാജി പറഞ്ഞു, ഒറ്റ നിമിഷം കൊണ്ടും എത്താം, അല്ലെങ്കിൽ കുറേ കോടാനുകൂടി ജന്മങ്ങൾ കഴിഞ്ഞാലും ചിലപ്പോൾ എത്തിയില്ല എന്ന് വരാം. ആരുടെ കയ്യിലാതിരിക്കുന്നത്? നമ്മുടെ കയ്യിലാണ്. നമ്മുടെ ഉള്ളിൽ അനന്യശ്ചിന്തയന്തോമാ, മറ്റൊരാഗ്രഹങ്ങളും ഇല്ലാതെ ഭഗവാനിൽ തന്നെ ഉറച്ചു നിൽക്കുന്ന ഒരു മനസ്സ് നമുക്ക് വേണം. എങ്കിൽ മാത്രമേ നമുക്ക് രക്ഷയുള്ളൂ. മൈ ഏവ മന ആദത്സ്വ, ഉറപ്പിക്കുക എന്നിൽ തന്നെ. മൈ ബുദ്ധിം നിവേശയ, എത്ര പ്രാവശ്യം മനസ്സ് എന്നിൽ തന്നെ ഉറപ്പിക്കുക. എത്ര പ്രാവശ്യം പറഞ്ഞിരിക്കുന്നു ഭഗവത്ഗീതയിൽ? 18 അധ്യായം നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പ്രാവശ്യം കൃഷ്ണൻ പറയുന്നത് മനസ്സ് എന്നിൽ തന്നെ ഉറപ്പിക്കൂ, മനസ്സ് എന്നിൽ തന്നെ ഉറപ്പിക്കൂ. അപ്പം അതിൻ്റെ അർത്ഥം എന്താണ്? മനസ്സ് ഉറപ്പിക്കേണ്ട ഉത്തരവാദിത്വം നമ്മുടേതാണ്. അല്ലെങ്കിൽ ഭഗവാൻ അത് അർജുനോട് പറയേണ്ട ആവശ്യമുണ്ടോ? മനസ്സ് എന്നിൽ തന്നെ ഉറപ്പിക്കൂ, എന്നിൽ തന്നെ ഉറപ്പിക്കൂ. എത്ര പ്രാവശ്യം കൃഷ്ണൻ പറയുന്നു, എത്ര പ്രാവശ്യം ഭഗവാൻ പറയുന്നു, മനസ്സ് എന്നിൽ തന്നെ ഉറപ്പിക്കൂ, മനസ്സ് എന്നിൽ തന്നെ ഉറപ്പിക്കൂ. കാരണം മനസ്സ് പല പല ദിശകളിലേക്ക് ഓടും. അത് മനസ്സിൻ്റെ പ്രവർത്തന രീതിയാണ്. പക്ഷെ വീണ്ടും ഭഗവാനിലേക്ക് കൊണ്ടുവരാം, വീണ്ടും കൊണ്ടുവരിക. മൈ ഏവ മന ആദത്സ്വ എന്ന് ഉറപ്പിക്കുക, കോൺക്രീറ്റ് പോലെ ഉറപ്പിക്കുക. മൈ ബുദ്ധിം നിവേശയ, നിന്റെ ബുദ്ധിയും എന്നിൽ തന്നെ ഉറപ്പിക്കുക. നിവസിഷ്യസി മൈ ഏവ, നീ ജീവിക്കുന്നത് എനിക്ക് വേണ്ടിയായിരിക്കണം. നിവസിഷ്യസി മൈ ഏവ, എനിക്ക് വേണ്ടി മാത്രം നീ ജീവിക്കൂ. അഥാ ഊർധ്വം ന സംശയ, ഭഗവാൻ ഇവിടെ പറയുന്നത്, എന്നിൽ തന്നെ നീ മനസ്സുറപ്പിക്കുക, നിന്റെ ബുദ്ധിയും എന്നിൽ തന്നെ ഉറപ്പിക്കുക. അങ്ങനെ നീ എപ്പോഴും എനിക്ക് വേണ്ടി തന്നെയായിരിക്കും ജീവിക്കുന്നത്, ഒരു സംശയമില്ല. നോക്കണേ, അഥ ചിത്തം സമാധാതും, അങ്ങനെ നിന്റെ മനസ്സ് എന്നിൽ തന്നെ ഉറപ്പിക്കാൻ നിനക്ക് പറ്റിയില്ലെങ്കിൽ ന ശക്നോഷി മൈ സ്ഥിരം. ഇനി ഭഗവാൻ കുറെ ഇളവുകൾ നൽകുകയാണ്. നോക്കണേ, അത ചിത്തം സമാധാതും, നിന്റെ മനസ്സെന്നിൽ ഉറപ്പിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ന ശക്നോസി മൈ സ്ഥിരം, വിഷമിക്കണ്ട. അഭ്യാസയോഗേന തഥോ മാം ഇച്ഛാപ്തും ധനഞ്ജയ, നീ പ്രാക്ടീസ് ചെയ്താൽ മതി. നോക്കണേ, ഭഗവാൻ പറയുന്നത് എന്താണ്? നീ ശ്രമിച്ചാൽ മതി. ഭഗവാൻ എന്താ പറയുന്നത്? എന്നിൽ തന്നെ മനസ്സുറപ്പിക്കാൻ ബുദ്ധിമുട്ടാണല്ലേ? എനിക്കറിയാം അർജുന് വേണ്ടിയല്ല, നമ്മളോടാ പറയുന്നത്. കാരണം അർജുൻ്റെ ഉള്ളിൽ ഭഗവാൻ എന്നുള്ളൊരു ചിന്തയേ ഉള്ളൂ. കാരണം നമുക്കറിയാം, നാരദ മഹർഷി ഒരിക്കൽ വന്ന് നോക്കിയപ്പോൾ വനവാസ സമയത്ത് അർജുൻ കിടന്ന് ഉറങ്ങുന്നു, അല്ലേ? നമ്മളും ഉറങ്ങാറുണ്ട്, അർജുനും ഉറങ്ങുന്നുണ്ട്. പക്ഷെ രണ്ടുപേരുടെയും വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ അത് നമുക്കിപ്പോൾ കേൾക്കുമ്പോൾ മനസ്സിലാവും, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഭഗവാന്റെ മടി കിടന്നാണ് ഉറങ്ങുന്നത്, നമ്മൾ മായാദേവിയുടെ മടി കിടന്ന് ഉറങ്ങുക. ഭഗവാന്റെ മടിയിൽ അർജുൻ കിടന്ന് ഉറങ്ങുകയാണ്. ആ സമയത്ത് നാരദ മഹർഷി വന്നപ്പോൾ നാരദ മഹർഷിക്ക് ചിലപ്പോൾ അസൂയ തോന്നിക്കാണും, അത് പറയാൻ പാടില്ല. നമ്മുടെ പരമ ആചാര്യനാണ്, അദ്ദേഹത്തിൻ്റെ തൃപ്പാദം കൂടി പ്രണാമം. ഞാൻ ഒരു രസത്തിന് പറഞ്ഞതാ, എനിക്കെന്തായാലും അസൂയ തോന്നും. എനിക്ക് ഉറപ്പായിട്ട് അർജുനോട് അസൂയ തോന്നും. അന്നേരം ഭഗവാൻ ഒരു മുടിയെടുത്ത് നാരദ മഹർഷിയുടെ കൈ കൊടുത്തിട്ട് വേണം ചെവിയിൽ വെച്ച് നോക്കാൻ.
അന്നേരം ആ ഓരോ മുടിയിൽ നിന്നും കൃഷ്ണ 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 കൃഷ്ണ, ഓരോ മുടിയിൽ നിന്നും കൃഷ്ണനാമം വരുന്നു. നമ്മളോട് ജപിക്കാൻ പറഞ്ഞാലും നമ്മൾ ജപിക്കാറില്ല. അർജുൻ്റെ മുടി വരെ ജപിക്കും. അത്ര കൃഷ്ണസ്മരണയിലാണ് ഇരിക്കുന്നത്. നമ്മുടെ നാവ് കൊണ്ട് പോലും നാമജപം വരത്തില്ല. പക്ഷെ അർജുനൻ്റെ ശരീരത്തിലെ ഓരോ രോമങ്ങളും കൃഷ്ണന് വേണ്ടിയാണ് തുടിച്ചുകൊണ്ടിരിക്കുന്നത്, എഴുന്നേറ്റ് നിൽക്കുന്നത്, നാമം ജപിച്ചുകൊണ്ടിരിക്കുന്നത്. ഓരോ രോമങ്ങൾ പോലും കൃഷ്ണനാമം ജപിക്കുന്നു. നമ്മുടെ ഒരു നാവ് പോലും ചൊവ്വന് ജപിക്കത്തില്ല. എന്താ അല്ലേ, കഷ്ടമല്ലേ? അർജുന, ഇനി എന്നിൽ തന്നെ നിന്റെ മനസ്സ് ഉറപ്പിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണെങ്കിൽ നീ എന്ത് ചെയ്യണമെന്നറിയാം? നീ പരിശ്രമിക്കുക. ഭക്തിയിൽ പുരോഗമിക്കാൻ വേണ്ടി നീ പരിശ്രമിച്ചു കൊണ്ടിരിക്കുക. അങ്ങനെ ക്രമേണ ക്രമേണ എന്നോടുള്ള താല്പര്യം നിനക്ക് വർദ്ധിക്കും. ഇതാണ് നമ്മളിപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ മനസ്സ് കൃഷ്ണനിൽ ഉറച്ചിട്ടില്ല. ജപിച്ചു കഴിയുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ എത്ര നേരം ഇങ്ങനെ ജപിച്ചുകൊണ്ടിരിക്കും അല്ലേ? കുറച്ച് കഴിഞ്ഞിട്ട് കുറച്ച് നേരം വായിച്ചതിന് ശേഷം പിന്നെ എത്ര നേരം ഇങ്ങനെ വായിക്കണം, പിന്നെ കുറച്ച് നേരം സത്സംഗം കേട്ടതിന് ശേഷം പ്രഭുജി എത്ര നേരം എപ്പോഴാണോ നിർത്തുന്നത് അല്ലേ? അങ്ങനെയൊക്കെ നമ്മുടെ ഉള്ളിൽ ചിന്തകൾ വരും. പക്ഷെ ഭഗവാൻ എന്താ പറഞ്ഞാൽ, അതിങ്ങനെ തുടരുക. ഇഷ്ടമല്ലെങ്കിലും കുറച്ച് നേരം ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യുക. അങ്ങനെ എന്താവും? അങ്ങനെ ആകുമ്പോൾ ക്രമേണ നമ്മുടെ ഉള്ളിൽ അതിശക്തമായിട്ട് മനസ്സുറയ്ക്കും കൃഷ്ണൻ. നമുക്ക് എല്ലാവർക്കും സന്തോഷമായില്ലേ? ഭഗവാൻ തരുന്ന വാക്കാണ്. ഭഗവാൻ ഉറപ്പ് നൽകുന്നു. എന്താണ്? നമുക്ക് വേണ്ടിയാണ് ഈ ശ്ലോകം പറഞ്ഞിരിക്കുന്നത്. എന്നിൽ തന്നെ മനസ്സുറപ്പിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ അർജുന ന ശക്നോസി മൈ സ്ഥിരം, എനിക്കറിയാം ബുദ്ധിമുട്ടാണെന്ന്. അഭ്യാസ യോഗ, നീ പരിശ്രമിച്ചാൽ മതി, ശ്രമിക്കൂ. ജപിക്കുമ്പോൾ ഉറക്കം വരുന്നു, കുഴപ്പമില്ല, ജപിച്ചോളൂ, തുടരൂ. ഉറങ്ങി അങ്ങ് കിടക്കരുത്. ഉണർന്നു കഴിഞ്ഞാൽ വീണ്ടും ജപിക്കുക. സത്സംഗം കേട്ട് ഉറങ്ങിയാലും കുഴപ്പമില്ല, വീണ്ടും ഉണരുക, വീണ്ടും സത്സംഗം കേൾക്കുക. ഉറങ്ങിയാലും കുഴപ്പമില്ല, വീണ്ടും ഉണരുക. ഉറങ്ങി അങ്ങ് കിടക്കരുത് അല്ലേ? അഭ്യാസ യോഗേന തഥാ മാം ഇച്ഛാപ്തും ധനഞ്ജയ. അങ്ങനെ എന്താവും? എൻ്റെ അടുത്ത് എത്താനുള്ള ആഗ്രഹം നിന്റെ വർദ്ധിക്കും. ഇപ്പം നമുക്കെല്ലാം വർദ്ധിച്ചില്ലേ ആഗ്രഹം? 2-3 വർഷമായിട്ട് സത്സംഗം കേട്ട് കേട്ട് നമ്മളൊരു പരുവായിരിക്കുകയാണ്. ഇനി ഇങ്ങനെയൊക്കെ പോയി കഴിഞ്ഞാൽ ഇന്ന് എന്തൊക്കെയാവുമെന്ന് എനിക്ക് പറഞ്ഞു, ഇവിടെ നിങ്ങൾക്ക് പറഞ്ഞു. എന്തായാലും നമ്മൾ ഇവിടെ അധികം കാലം കാണത്തില്ല. അഭ്യാസേ അഭി അസമർത്ഥോസി. ഇനി കിടിലം ശ്ലോകങ്ങളായിട്ടോ. ഇത് സത്യം പറഞ്ഞാൽ ഇത്രയും ഇളവ് നമുക്ക് ഒരിക്കലും കിട്ടത്തില്ല. സത്യമായിട്ടും ഇത്രയും ഈസി ആയിട്ട് കൃഷ്ണൻ ഒരിക്കലും പറഞ്ഞു കാണത്തില്ല. ഇതൊക്കെ ഏത് അധ്യായത്തിലാണ് പറഞ്ഞത്? 12 അധ്യായത്തിൽ. അതായത് ഭക്തർക്ക് വേണ്ടി മാത്രം കൊടുക്കുന്ന സ്പെഷ്യൽ ആനുകൂല്യങ്ങളാണ് കൃഷ്ണൻ ഇനിയുള്ള ശ്ലോകങ്ങളിൽ പറയുന്നത്. ഭഗവാൻ എന്താ പറഞ്ഞത്? എന്നിൽ തന്നെ മനസ്സുറപ്പിക്കൂ. പറ്റത്തില്ലെങ്കിൽ അർജുന നീ പരിശ്രമിച്ചാൽ മതി, ഒന്ന് ശ്രമിച്ചു നോക്കൂ. ഇനി അടുത്ത ശ്ലോകത്തിൽ എന്താന്ന് പറയുന്നറിയോ? അഭ്യാസേ അഭി അസമർത്ഥോസി. അങ്ങനെ പരിശ്രമിക്കാനും ബുദ്ധിമുട്ടാണെങ്കിൽ മത് കർമ്മ പരമോ ഭവ, നീ എനിക്ക് വേണ്ടി വർക്ക് ചെയ്താൽ മതി എന്ന് പറയും. എന്താ പറയുക അല്ലേ? അടിപൊളിയല്ലേ? കാരണം എന്നെക്കുറിച്ച് എപ്പോഴും ഓർക്കാൻ ബുദ്ധിമുട്ടാണ്. ശ്രമിക്കൂ ഓർക്കാൻ. ബുദ്ധിമുട്ടാണല്ലേ? എങ്കിൽ ഒരു കാര്യം ചെയ്യും, എനിക്ക് വേണ്ടി വർക്ക് ചെയ്യൂ. നിനക്ക് ഒന്നും ചെയ്യാതിരിക്കാൻ പറ്റില്ല, എനിക്ക് വേണ്ടി നീ വർക്ക് ചെയ്യ്. എനിക്ക് വേണ്ടി വർക്ക് ചെയ്യ്. അതാണ് കൃഷ്ണൻ പറയുന്നത്. പ്രചരണം ചെയ്യ്. അന്നേരം എന്താണ്? എപ്പോഴും എന്നെ കുറിച്ച് ഓർക്കുന്നത്? ഭഗവാന്റെ ബുദ്ധി നോക്കണേ, കിടില ബുദ്ധി. എന്താ ഭഗവാൻ പറയുന്നത്? അഭ്യാസേ അഭ്യാസം. എപ്പോഴും മനസ്സുകൊണ്ട് എന്നെ കുറിച്ച് ചിന്തിക്കാനാണ് പറയുന്നത്. അതായത് ചുരുക്കത്തിൽ പറഞ്ഞ ഒരിടത്ത് ഇരുന്ന് ഭഗവാന്റെ നാമം 24 മണിക്കൂറും ജപിക്കാനാണ് ഭഗവാൻ പറയുന്നത്. എപ്പോഴും ഭഗവത് സ്മരണയിൽ ഇരിക്കാൻ പറയാം. അന്നേരം നമ്മൾ പറയും കുറച്ച് ബുദ്ധിമുട്ടാണ് പറയുന്നത്, കുറച്ച് കഴിയുമ്പോൾ ഉറങ്ങിപ്പോവും. അതാ പറയും ശ്രമിക്കൂ. അന്നേരം പിന്നെ പറയും ശ്രമിക്കുന്നുണ്ട്, പക്ഷെ വന്നിട്ടുന്നുണ്ട്. അന്നേരം അതാണ് നമുക്ക് വേണ്ടി അടുത്ത ശ്ലോകം കൃഷ്ണൻ റെഡിയാക്കിയത്. എന്താണ്? അഭ്യാസേ അഭി അസമർത്ഥോസി. അതായത് നമ്മൾ അത്രയ്ക്ക് താഴ്ന്നവരാണ്, അത്രയ്ക്ക് ലോ ക്ലാസ് ആണ്. 24 മണിക്കൂറും ഭഗവത് സ്മരണയിൽ ഇരിക്കാനും ബുദ്ധിമുട്ടാണെങ്കിൽ ഒരു കാര്യം ചെയ്യ്, എന്തെങ്കിലും ചെയ്താൽ പോരെ? എനിക്ക് വേണ്ടി നീ ചെയ്യ്. മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്യാതെ എനിക്ക് വേണ്ടി നീ ചെയ്യ്, എനിക്ക് വേണ്ടി പ്രവർത്തിക്കൂ. അടിപൊളിയല്ലേ? മത് അർത്ഥം അഭികർമാണി കുർവാൻ സിദ്ധിമവാപ്സ്യസി. അന്നേരം എനിക്ക് വേണ്ടി നീ ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ
നീ എനിക്ക് വേണ്ടി പ്രവർത്തിക്കൂ. എനിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതുകൊണ്ട് എന്താവും? നീ ഉറപ്പായിട്ട് എന്നിലേക്ക് എത്തും അർജുന എന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് നമ്മൾ സാധന ഷീറ്റ് കൊണ്ടുവരുന്നതും പരീക്ഷ കൊണ്ടുവരുന്നതും. അല്ലാതെ ഞാനൊരു എന്താ പറയുക, നിങ്ങളെ ഇട്ട് ഇങ്ങനെ ടോർച്ചർ ചെയ്യാൻ വലിയ സന്തോഷമുള്ള വ്യക്തിയൊന്നുമല്ല. ഞാനൊരു ഹിറ്റ്ലറിനെ പോലെ നിങ്ങളെയൊക്കെ വിഷമിപ്പിച്ച് ഞാൻ ഒരു പരുവാക്കും. എന്താണ്? കാരണം 24 മണിക്കൂർ നമുക്ക് ഭഗവാനെ സ്മരിക്കാൻ അത്രത്തോളം നമ്മൾ എത്തിയിട്ടില്ല. അതുകൊണ്ട് ഭഗവാൻ എന്താ പറയുന്നത്? ശ്രമിക്കൂ, പരിശ്രമിക്കൂ, ട്രൈ ചെയ്യൂ. ഇത്രയും കാരുണ്യം, ഇത്രയും നമ്മളെ സ്നേഹിക്കുന്ന വേറെ ആരെങ്കിലും ഉണ്ടോ ഈ പ്രപഞ്ചത്തിൽ? നമ്മൾ എങ്ങനെ അദ്ദേഹത്തിൽ നിന്ന് ദൂരെ പോകാൻ, ഏതൊക്കെ രീതിയിൽ അദ്ദേഹത്തിൽ നിന്ന് ദൂരെ പോകാം, അതൊക്കെ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ കൃഷ്ണനാണോ എങ്ങനെ നമ്മളെ അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് എത്തിക്കാം എന്ന് അദ്ദേഹം ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് നമ്മൾ ഈ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളെ പോലെയാണ്. അതായത് ടീച്ചറിൻ്റെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ എങ്ങനെയെങ്കിലും ഇവരെ ഒന്ന് A+ മേടിക്കുക എല്ലാ സബ്ജക്റ്റിലും. എങ്ങനെ ഈ എല്ലാ പരീക്ഷയിലും A+ കൊടുക്കാം എന്നാണ് ഇവരെ കൊണ്ട് വേടിപ്പിക്കുക എന്നാണ് ചിന്തിക്കുന്നത്. പക്ഷെ കുട്ടികളാണെങ്കിലോ A+ പോയിട്ട് പാസ്സാവാനും താല്പര്യമില്ല. എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെട്ടാൽ മതി പരീക്ഷയിൽ നിന്നെന്ന് പറഞ്ഞിരിക്കുക. അന്നേരം ഭഗവാൻ എന്താ ചെയ്യുന്നത്? ഭഗവാൻ പല പല മാർഗങ്ങൾ പറയുകയാണ്. ഭഗവാൻ എന്താ പറയുന്നത്? എനിക്ക് വേണ്ടി പ്രവർത്തിക്കൂ, മദർത്ഥം അഭി കർമാണി. ഇനി എനിക്ക് വേണ്ടി പ്രവർത്തിക്കും. എന്താണ്? കുർവാൻ സിദ്ധിമവാപ്സ്യസി. നീ ഉറപ്പായിട്ടും ആ ഒരു അവസ്ഥയിലേക്ക് എത്തും. ഏതൊരവസ്ഥയിലേക്ക്? എപ്പോഴും എന്നെക്കുറിച്ച് ചിന്തിക്കുന്ന അവസ്ഥയിലെത്തും. കറക്റ്റ് അല്ലേ? ഇപ്പം നമ്മൾ ഡെയിലി 16 ജപിക്കുകയും പരീക്ഷ എഴുതുമ്പോൾ നമ്മൾ എന്തിനെക്കുറിച്ചാണ് ചിന്തിക്കുന്നത്? പരീക്ഷ അതിൽ എഴുതുന്ന കാര്യങ്ങളൊക്കെ ആരെക്കുറിച്ചാണ്? കൃഷ്ണനെക്കുറിച്ചാണ്. മനസ്സിലാവുന്നുണ്ടോ? അന്നേരം നമുക്ക് താല്പര്യം ഇല്ലാഞ്ഞിട്ടും അല്ലെങ്കിൽ അറിയാതെ, നമ്മൾ പോലും അറിയാതെ ടെൻഷൻ അടിച്ച് കൃഷ്ണനെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുക. നല്ലതല്ലേ? അതാണ് കൃഷ്ണന്റെ പ്ലാൻ. എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? ഇനി അടുത്തത് കിടിലോ കേട്ടോ. അഥ ഏതത് അഭി അസക്തോസി. ഇനി എനിക്ക് വേണ്ടി പ്രവർത്തിക്കാൻ നിനക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ ഭഗവാൻ പറയുന്നു, അർജുന, എനിക്ക് വേണ്ടി എന്നെക്കുറിച്ച് ബോധവാനായിട്ട് പ്രവർത്തിക്കാനും ബുദ്ധിമുട്ടാണെങ്കിൽ നീ ഒരു കാര്യം ചെയ്യ്. നീ ചെയ്യുന്ന പ്രവൃത്തിയുടെ ഫലം എനിക്ക് വേണ്ടി തരൂ. നിനക്ക് ഇഷ്ടമുള്ള എന്തൊക്കെയോ കാര്യങ്ങൾ നീ ചെയ്യുന്നില്ലേ, അതിൻ്റെ കർമ്മഫലം എനിക്ക് വേണ്ടി തരുമെന്നാണ്. ഇതിക്കുള്ള എല്ലാവരും അല്ലേ? അന്നേരം നിനക്ക് എനിക്ക് വേണ്ടി ജീവിതം സമർപ്പിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നീ ചെയ്യുന്ന പ്രവൃത്തികളുടെ ഫലം എനിക്ക് നൽകൂ എന്ന് പറയും. എങ്ങനെയുണ്ട്? ഇത് മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ ഭഗവാന് വേണ്ടി ഓരോരോ സേവനങ്ങൾ ചെയ്യാൻ. ഭഗവാൻ പറയുന്നത് എന്താണ്? എപ്പോഴും എന്നെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കൂ. അത് ബുദ്ധിമുട്ടാണെങ്കിൽ അത് നീ പരിശ്രമിക്കൂ. അതും നിനക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ എനിക്ക് വേണ്ടി പ്രവർത്തിക്കൂ. എനിക്ക് വേണ്ടി പ്രവർത്തിക്കാനും ബുദ്ധിമുട്ടാണെങ്കിൽ നീ ചെയ്യുന്ന പ്രവൃത്തിയുടെ ഫലം എനിക്ക് വേണ്ടി നൽകുക. പ്രവൃത്തിയുടെ ഫലം നമ്മൾ ഭഗവാന് വേണ്ടി കൊടുക്കുമ്പോൾ എന്താവും? നമ്മൾ വിചാരിക്കും, ഇതിനെക്കാട്ടി നല്ലതല്ലേ ഭഗവാന് വേണ്ടി പ്രവർത്തിക്കുന്നത്. അങ്ങനെ ഭഗവാന് വേണ്ടി പ്രവർത്തിച്ചു തുടങ്ങുമ്പോൾ കുറച്ചും കൂടെ കഴിയുമ്പോൾ എന്താവും? നമ്മൾ ക്രമേണ ഭഗവത് ചിന്തയിൽ കൂടുതൽ മുഴുകാൻ തുടങ്ങും. അങ്ങനെ എപ്പോഴും ഭഗവാനെക്കുറിച്ച് ചിന്തിക്കുന്ന അവസ്ഥയിലേക്ക് നമ്മൾ എത്തും. അത് സിസ്റ്റമാറ്റിക് പ്രോസസ്സാണ്.